അധ്യായം 91 അശംസ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 15. നാമം. പ്രഥമ പദമായ അശംസ് തന്നെ ഈ സൂറയുടെ നാമമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അവതരണകാലം. ഈ സൂറയും പ്രവാചകന്റെ മക്ക ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ അവതരിച്ചതാണെന്ന് ഉള്ളടക്കത്തിൽ നിന്ന് മനസ്സിലാക്കാം. മക്കയിൽ നബി തിരുമേനിക്ക് നേരെയുള്ള എതിർപ്പ് രൂക്ഷമായി കഴിഞ്ഞ അവസ്ഥയിലാണിത് അവതരിച്ചത്. ഉള്ളടക്കം: നന്മയും തിന്മയും തമ്മിലുള്ള അന്തരം ബോധ്യപ്പെടുത്തുകയും ഈ അന്തരം ഗ്രഹിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് ദുർമാർഗത്തിൽ ഷഠിച്ചു നിൽക്കുന്നതിന്റെ ദുഷ്ഫലത്തെക്കുറിച്ച് താക്കീത് ചെയ്യുകയുമാണ് ഈ സൂറ. ഉള്ളടക്കം പരിഗണിക്കുമ്പോൾ ഈ സൂറയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. 1-ാം സൂക്തം മുതൽ 10-ാം സൂക്തം വരെയാണ് 1-ാം ഭാഗം. 11-ാം സൂക്തം മുതൽ 2-ാം ഭാഗം തുടങ്ങുന്നു. 3 കാര്യങ്ങളാണ് ആദ്യ ഭാഗത്തിൽ പറയുന്നത്. 1. സൂര്യചന്ദ്രന്മാരും ദിനരാത്രങ്ങളും ആകാശഭൂമികളും എവ്വിധം പരസ്പര ഭിന്നവും അനന്തരഫലങ്ങളിൽ വിരുദ്ധവുമായിരിക്കുന്നുവോ അവ്വിധം നന്മ തിന്മകളും അവയുടെ ഫലങ്ങളും പരസ്പര ഭിന്നമാകുന്നു. അവ രണ്ടും രൂപത്തിൽ ഒരുപോലെയല്ല, അവയുടെ ഫലങ്ങളും ഒരുപോലെയാവില്ല. 2. അല്ലാഹു ദേഹവും ചിന്താശക്തിയുമൊക്കെ നൽകി മനുഷ്യനെ തികച്ചും ബുദ്ധിശൂന്യനായി വിട്ടയച്ചിരിക്കുകയല്ല. നൈസർഗിക വെളിപാടിലൂടെ അവന്റെ ഉപബോധ മനസ്സിൽ നന്മ തിന്മ വിവേചനത്തിന്റെയും നല്ലതും ചീത്തയും തമ്മിലുള്ള വ്യത്യാസത്തിന്റെയും അനുഭൂതിയും നിക്ഷേപിച്ചിട്ടുണ്ട്. നന്മ നല്ലതാണെന്നും തിന്മ ചീത്തയാണെന്നും പ്രകൃത്യാ അവനറിയാം. 3. സൽപ്രവണതകളെ വളർത്തുകയും ദുഷ്പ്രവണതകളെ തളർത്തുകയും ചെയ്യുന്നവൻ ജീവിത വിജയം കൈവരിക്കുന്നു. സൽപ്രവണതകളെ അടിച്ചമർത്തി ദുഷ്പ്രവണതകളെ വളർത്തുന്നവന്റെ ജീവിതം പരാജയമടയുന്നു. 2-ാം ഭാഗത്തിൽ സമൂദ് വർഗത്തിന്റെ ചരിത്രം ചൂണ്ടിക്കാണിച്ച് പ്രവാചക സന്ദേശത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരികയാണ്. മനുഷ്യനിൽ അല്ലാഹു നിക്ഷേപിച്ചിട്ടുള്ള നൈസർഗിക വെളിപ്പാടുകൾ മാത്രം മനുഷ്യന്റെ മാർഗദർശനത്തിന് മതിയാവില്ല. അത് പൂർണ്ണമായി ഗ്രഹിക്കാത്തത് നിമിത്തമാണ് മനുഷ്യൻ നന്മ തിന്മകൾ സംബന്ധിച്ച് തെറ്റായ തത്വശാസ്ത്രങ്ങളും മാനദണ്ഡങ്ങളും ആവിഷ്കരിച്ച് വഴിതെറ്റിപ്പോകുന്നത്. അതിനാൽ അവന്റെ നൈസർഗിക വെളിപാടിനെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിരിക്കുന്നു. അല്ലാഹു അവർക്ക് സുവ്യക്തമായ ദിവ്യബോധനങ്ങൾ നൽകിയിരിക്കുന്നു. അതിന്റെ സഹായത്താൽ അവർ നന്മയെന്തെന്നും തിന്മയെന്തെന്നും സമൂഹത്തിന് സ്പഷ്ടമായി പറഞ്ഞുകൊടുക്കാൻ. അത്തരം പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു സ്വാലിഹ് നബി. സമൂദ് വർഗത്തെ മാർഗദർശനം ചെയ്യാനാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടത്. പക്ഷേ അവർ കടുത്ത ധിക്കാരികളായി വർത്തിച്ചു. അവരെ മാർഗദർശനം ചെയ്യാനെത്തിയ പ്രവാചകനെ തള്ളിക്കളഞ്ഞു. അവർ ആവശ്യപ്പെട്ടത് പ്രകാരം അദ്ദേഹം ഒരൊട്ടകത്തിന്റെ രൂപത്തിൽ ദിവ്യദൃഷ്ടാന്തം അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വ്യക്തമായ താക്കീതുണ്ടായിട്ടും അവരിലെ ഒരു തെമ്മാടി മുഴുവൻ നാട്ടുകാരുടെയും ആഗ്രഹവും ആവശ്യവുമനുസരിച്ച് ആ ഒട്ടകത്തെ കൊന്നുകളഞ്ഞു. ആ സമൂഹത്തിന്റെ സമ്പൂർണമായ ഉന്മൂലനമായിരുന്നു അതിന്റെ ഫലം. ഈ ചരിത്രം അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഖുറൈശികളും സ്വന്തം പ്രവാചകനായ മുഹമ്മദ് നബിയെ തള്ളിക്കളയുകയാണെങ്കിൽ സമൂദ് ജനതയ്ക്കുണ്ടായ അതേ ദുരന്തം നേരിടേണ്ടി വരുമെന്ന് ഈ സൂറയിൽ എവിടെയും പ്രസ്താവിക്കുന്നില്ല. എന്നാൽ മക്കയിൽ അന്നുണ്ടായിരുന്നത് സ്വാലിഹ് നബിക്കെതിരെ സമൂദ് വർഗത്തിലെ ചില ദുഷ്ടന്മാർ സൃഷ്ടിച്ച അതേ സ്ഥിതിവിശേഷം തന്നെയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ കഥ കേൾപ്പിക്കുന്നതുതന്നെ സമൂദിന്റെ ചരിത്രം തങ്ങളുടെ നിലപാടിനോട് എന്തുമാത്രം യോജിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ധാരാളമായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വശംസി വദുഹാഹാ. സൂര്യനും അതിന്റെ വെയിലുമാണ് സത്യം. സൂര്യപ്രകാശത്തെയും അതിന്റെ താപത്തെയും കുറിക്കുന്ന ലുഹ എന്ന പദമാണ് ആയത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എങ്കിലും സൂര്യൻ ഉദിച്ച ശേഷം ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയം എന്നാണ് അറബി ഭാഷയിൽ അതിന്റെ സുപരിചിതമായ അർത്ഥം. സൂര്യൻ ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രകാശത്തോടൊപ്പം ചൂടുമുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഈ പദത്തെ സൂര്യനോട് ചേർത്ത് പറയുമ്പോൾ അതിന്റെ പൂർണ്ണമായ ആശയം സൂര്യപ്രകാശം അല്ലെങ്കിൽ അതുവഴി തെളിഞ്ഞുവരുന്ന പകൽ എന്നതിലുപരി ചൂടും വെളിച്ചവുമുള്ള വെയിൽ എന്നാണെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. സൂര്യനെ പിന്തുടരുന്ന ചന്ദ്രനാണ് സത്യം. സൂര്യനെ വെളിപ്പെടുത്തുന്ന
പകലാണ് സത്യം. والليل إذا يغشاها സൂര്യനെ മൂടിമറയ്ക്കുന്ന രാവാണ് സത്യം. والسماء وما بناها ആകാശവും അതിനെ സ്ഥാപിച്ചവനുമാണ് സത്യം. ആകാശത്തെ മേൽപ്പുര പോലെ ഭൂമിക്ക് മുകളിൽ ഉയർത്തി നിർത്തിയിരിക്കുന്നു. ഈ സൂക്തത്തിലും തുടർന്നുള്ള 2 സൂക്തങ്ങളിലും മാ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. അതനുസരിച്ച് ആകാശവും അതിന്റെ സംസ്ഥാപനവുമാണ് സത്യം, ഭൂമിയും അതിന്റെ വിസ്തൃതീകരണവുമാണ് സത്യം, മനസ്സും അതിന്റെ സന്തുലനവുമാണ് സത്യം എന്നാണ് സൂക്തങ്ങളുടെ വിവക്ഷ. മറ്റൊരു വിഭാഗം ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ മായ്ക്ക് യാതൊരുത്തൻ എന്ന അർത്ഥമാണ് കൽപ്പിച്ചിട്ടുള്ളത്. അവരുടെ വീക്ഷണത്തിൽ സൂക്തങ്ങളുടെ അർത്ഥം ഇപ്രകാരമാണ്: ആകാശമാണ് സത്യം, അതിന്റെ സ്ഥാപകനാണ് സത്യം. ഭൂമിയാണ് സത്യം, അതിന്റെ വിസ്താരകനാണ് സത്യം. മനസ്സാണ് സത്യം എന്നാകുന്നു. ഈ അർത്ഥമാണ് നമ്മുടെ ദൃഷ്ടിയിൽ സാധുവായിട്ടുള്ളത്. والأرض وما طحاها ഭൂമിയും അതിനെ വിസ്തൃതമാക്കിയവനുമാണ് സത്യം. ونفس وما سواها ആത്മാവും അതിനെ സന്തുലിതമാക്കിയവനുമാണ് സത്യം. സന്തുലിതമാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശം ഇതാണ്: മനുഷ്യന് മാനുഷിക ജീവിതം നയിക്കാൻ ഏറ്റവും ഉചിതമായ ശരീരഘടനയും കൈകാലുകളും മസ്തിഷ്കവും നൽകി. അവന്റെ സവിശേഷ ഗുണങ്ങൾക്കനുയോജ്യമായ ജ്ഞാനോപാധികളായിത്തീരുന്ന പഞ്ചേന്ദ്രിയങ്ങൾ പ്രദാനം ചെയ്തു. ബുദ്ധി, ബോധം, വിചാരം, ഭാവന തുടങ്ങിയ കഴിവുകളും കാര്യങ്ങളിൽ നിന്ന് കാരണവും ലക്ഷണങ്ങളിൽ നിന്ന് ഫലവും കണ്ടെത്താനുള്ള കഴിവുകളും ഓർമ്മശക്തി, ഇച്ഛാശക്തി, വിവേചനശക്തി, തീരുമാനശക്തി എന്നിങ്ങനെ മറ്റനേകം മാനസിക ശക്തികളും നൽകി. അതുവഴിയാണ് ഈ ലോകത്ത് മനുഷ്യൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാൻ യോഗ്യനായിത്തീർന്നത്. കൂടാതെ മനുഷ്യനെ ജന്മനാ പാപിയും ദുഷ്ടനുമായിട്ടല്ല, മറിച്ച് ശുദ്ധവും ഋജുവുമായ പ്രകൃതിയായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന ആശയവും സന്തുലിതമാക്കുക എന്ന വാക്ക് ഉൾക്കൊള്ളുന്നുണ്ട്. സന്മാർഗം കൈക്കൊള്ളാൻ ആഗ്രഹിച്ചാൽ അത് അസാധ്യമാകുന്ന തരത്തിലുള്ള ഒരു സൃഷ്ടി വൈകല്യവും അവനിലുണ്ടാക്കിയിട്ടില്ല. മനുഷ്യ മനസ്സിലും മസ്തിഷ്കത്തിലും ഒരു സങ്കല്പമോ വിചാരമോ അബോധപൂർവം അള്ളാഹുവിനാൽ ഇറക്കപ്പെടുന്നതിനെ കുറിക്കുന്ന സാങ്കേതിക ശബ്ദമായി ഇൽഹാം എന്ന പദം ഉപയോഗിക്കുന്നു. മനുഷ്യ മനസ്സിന് ധർമാധർമ്മങ്ങൾ ഇൽഹാം ചെയ്യുക എന്നതിന് 2 താൽപര്യങ്ങളുണ്ട്. ഒന്ന്, അവനിൽ സ്രഷ്ടാവ് ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും വാസനകളും പ്രവണതകളും നിക്ഷേപിച്ചിരിക്കുന്നു. ഏതു മനുഷ്യനും അവന്റെ അന്തരാളത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന സംഗതിയാണത്. 2, എല്ലാ മനുഷ്യരിലും നൈസർഗികമായി തന്നെ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള ചില സങ്കല്പങ്ങളുണ്ട്. സ്വഭാവചര്യകളിൽ ചിലത് നല്ലതാണ്, ചിലത് ചീത്തയാണ്. സൽസ്വഭാവങ്ങളും ധർമ്മങ്ങളും ദുസ്വഭാവങ്ങളും അധർമ്മങ്ങളും ഒരുപോലെയല്ല. ദുർവൃത്തികൾ നികൃഷ്ടമാണ്, തഖ്വ നന്മയാകുന്നു എന്നിങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഒരു മനുഷ്യനും അന്യമല്ല. എന്നല്ല, അവന്റെ പ്രകൃതിക്ക് തികച്ചും പരിചിതമാണത്. നന്മതിന്മാ വിവേചനം സ്രഷ്ടാവ് അവൻ അരുളിയിട്ടുള്ള ജന്മവാസനയാണ്. അള്ളാഹു ഓരോ സൃഷ്ടിക്കും അതിന്റെ അവസ്ഥയ്ക്കും സ്വഭാവത്തിനും അനുഗുണമായ ജന്മവാസനകൾ നൽകിയിട്ടുണ്ട് എന്ന കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാകുന്നു. അതേക്കുറിച്ചാണ് സൂറ ത്വാഹ 50-ാം സൂക്തത്തിൽ എല്ലാ വസ്തുക്കൾക്കും അതിന്റെ ഘടന നൽകുകയും പിന്നെ മാർഗദർശനമരുളുകയും ചെയ്തവൻ എന്ന് പ്രസ്താവിച്ചത്. ഉദാഹരണമായി, ഓരോ ജന്തുവർഗത്തിനും അതിന്റെ ജീവിതാവശ്യങ്ങൾക്കനുഗുണമായ നൈസർഗിക ജ്ഞാനം നൽകപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഫലമായിട്ടാണ് ആരും പഠിപ്പിക്കാതെ തന്നെ മത്സ്യങ്ങൾ നീന്തുന്നതും പക്ഷികൾ പറക്കുന്നതും തേനീച്ചകൾ തേൻ ശേഖരിക്കുന്നതും കുരുവികൾ കൂടുകൂട്ടുന്നതും. മനുഷ്യന്റെ വ്യത്യസ്ത അവസ്ഥകൾക്കനുഗുണമായ വിവിധ നൈസർഗിക വാസനകൾ അവനും ലഭിച്ചിട്ടുണ്ട്. ഒരു ജൈവ അസ്തിത്വം എന്നതാണല്ലോ മനുഷ്യന്റെ ഒരവസ്ഥ. ഈ അവസ്ഥയ്ക്ക് അനുഗുണമായി അവന് ലഭിച്ച നൈസർഗിക ജ്ഞാനങ്ങളുടെ പ്രകടമായ ഉദാഹരണമാണ് നവജാത ശിശുവിന്റെ മുലകുടി. മനുഷ്യന്റെ മറ്റൊരവസ്ഥ അവൻ ഒരു ബൗദ്ധികമായ അസ്തിത്വമാകുന്നു എന്നതത്രേ. ഈ നിലയ്ക്ക് സൃഷ്ടികളുടെ ആരംഭം മുതലേ ദൈവം മനുഷ്യനെ നിരന്തരം മാർഗദർശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് അവൻ തുടർച്ചയായി പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി നാഗരികമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ടെത്തലുകളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും ചരിത്രം ശ്രദ്ധിച്ചു വായിച്ചു നോക്കുന്ന ആർക്കും അവയിലൊന്നുപോലും മനുഷ്യചിന്തയുടെയും പ്രയത്നത്തിന്റെയും മാത്രം ഫലമായി ഉണ്ടായതല്ലെന്ന് ബോധ്യപ്പെടുന്നതാണ്. ഓരോ പുതുമയുടെയും ആരംഭം ഇങ്ങനെയാണ്.
ഒരാളിൽ ആകസ്മികമായി ഒരു ബോധോദയമുണ്ടാകുന്നു. അതുവഴി അയാൾ ഒരു സംഗതി കണ്ടെത്തുകയോ കണ്ടുപിടിക്കുകയോ ചെയ്യുന്നു. ഈ രണ്ടവസ്ഥകൾക്ക് പുറമെ ഒരു ധാർമ്മിക അസ്തിത്വം എന്ന മൂന്നാമതൊരവസ്ഥ കൂടി മനുഷ്യനുണ്ട്. ഈ മാനവികാവസ്ഥയുടെ താൽപര്യമായി അള്ളാഹു അവനിൽ നന്മ തിന്മ വിവേചന വാസനയും നന്മ നല്ലതും തിന്മ ചീത്തയുമാണെന്ന നൈസർഗിക ധാരണയും നിക്ഷേപിച്ചിരിക്കുന്നു. ഈ വാസനയും ധാരണയും ഒരു സാർവലൗകിക യാഥാർത്ഥ്യമാകുന്നു. അതുകൊണ്ട് തങ്ങളുടെ ജീവിത സമ്പ്രദായത്തിൽ നന്മ തിന്മകൾക്കുള്ള രക്ഷാശിക്ഷകളുടെ ഏതെങ്കിലും ഒരു രൂപം അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു സമൂഹവും എവിടെയുമില്ല. ചരിത്രത്തിലെങ്ങും അങ്ങനെയൊരു സമൂഹം എന്നെങ്കിലും ഉണ്ടായതായി കാണപ്പെട്ടിട്ടുമില്ല. ധർമാധർമ്മങ്ങളുടെയും അതിന്റെ രക്ഷാശിക്ഷകളുടെയും സങ്കല്പം എല്ലാ കാലത്തും എല്ലാ ദേശത്തും സംസ്കാര നാഗരികതകളുടെ എല്ലാ ദശകളിലും കാണപ്പെടുന്നുവെന്നതുതന്നെ അത് മനുഷ്യപ്രകൃതിയിൽ നിക്ഷിപ്തമായ ഗുണമാണെന്നതിന്റെ സ്പഷ്ടമായ തെളിവാകുന്നു. കൂടാതെ അഭിജ്ഞനും യുക്തിമാനുമായ ഒരു സ്രഷ്ടാവാണ് ആ ഗുണം മനുഷ്യനിൽ നിക്ഷേപിച്ചത് എന്നതിന്റെയും തെളിവാകുന്നു. എന്തുകൊണ്ടെന്നാൽ മനുഷ്യസൃഷ്ടിയുടെ ഘടകങ്ങളിലോ ഭൗതിക ലോകത്തെ പദാർത്ഥ വ്യവസ്ഥ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് നിയമങ്ങൾക്ക് വിധേയമായിട്ടാണോ ആ നിയമങ്ങളിൽ എവിടെയെങ്കിലും ധാർമ്മികതയുടെ സ്രോതസ്സുള്ളതിന്റെ ഒരു ലക്ഷണവും കാണാനാവില്ല.